ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛനെ മോശക്കാരനാക്കി, അല്ലെങ്കിൽ അച്ഛനാണ് തൻ്റെ ജീവിതം തകർത്തതെന്നും പറഞ്ഞുകൊണ്ട് ആ ഹോട്ടലിൽ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് സുധി. അപ്പോൾ സുധി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പെണ്ണും കാണിക്കാത്ത അഹങ്കാരവും മര്യാദക്കേടും ഇത്രയും വലിയ ചതി ഒളിപ്പിച്ച് വെച്ചിട്ട് ശ്രുതി രേവതിയോട് കാണിക്കുകയും പറയുകയും കൂടെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ പിടിവിട്ടു. പിന്നെ അവിടെ നിന്ന് രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയും വലിയൊക്കെയായി. ആ സമയത്ത് ശ്രുതി ആണെങ്കിലും നമ്മുടെ സച്ചിയെ വളരെ മോശമായി ഗുണ്ട റൗഡി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും നിന്റെ ഭർത്താവിനോട് ആദ്യം മിണ്ടാതിരിക്കാനാണ് രേവതി പറഞ്ഞത്. അപ്പോൾ രേവതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഒന്ന് ഞെട്ടി. കാരണം രേവതി ഇത്രയും നാളും പൂച്ചയായിട്ട് ഇരുന്നത് മാത്രമേ ഈ ശ്രുതിക്ക് അറിയുള്ളൂ. രേവതിയുടെ തനി നിറം എന്താണെന്ന് ഇതുവരെ ആശാത്തി കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാവെന്നും പറഞ്ഞ് ആ അച്ഛൻ പണിതുകൊണ്ട് തന്നതുകൊണ്ടല്ലേടാ നീ കഴിച്ചതും പഠിച്ചതും ഇതൊക്കെ നമ്മുടെ സച്ചി ചോദിക്കും. എന്നിട്ട് ഗതി കെട്ടിട്ട് അവൻ്റെ കൈ പിടിച്ച് തിരിച്ചങ്ങ് ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം കൊടുക്കൽ തന്നെയായിരുന്നു അത്. ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സച്ചി ഒരു പിടുത്തം പിടിച്ച ഉടുമ്പ് പിടിക്കുന്നത് പോലെയാണെന്ന് ഇന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട്. വേദനയോട് അയ്യോ അമ്മേന്ന് വിളിച്ച് അവിടെ കിടന്ന് ഇങ്ങനെ കാറി വിളിക്കുക. ആ സമയത്ത് നിർത്തുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വലിയ എന്തോ വലിയ കുമ്പത്തെ ആളെന്നുള്ള രീതിയിൽ ശ്രുതി അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുക കേട്ടോ. ദയവ് ചെയ്ത് ഇതുപോലെയുള്ള റൗഡികളുടെ കൂടെ എന്നെ പുറത്തേക്ക് കൊണ്ടുവരരുത്, ഒരു ഫുഡ് കഴിക്കാൻ പോലും കൊണ്ടുവരരുതെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് വലിയ ആൾ കളിച്ച് അങ്ങ് ഇറങ്ങിപ്പോകും. ശ്രുതി അങ്ങ് ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും അതുപോലെ ശ്രുതിയാണെ വേദന കൊണ്ട് പൊളഞ്ഞ് ഈ വിരലും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്താണ് ശ്രുതിയുടെ പാട് നോക്കി അങ്ങ് ഇറങ്ങിപ്പോണത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം. എന്തായാലും കൈയൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ആകെ ഒരു ടെൻഷൻ. രേവതിയുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളിനി ഇതിനും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടിയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. പേടിച്ച് പറിച്ചിങ്ങനെ സച്ചി സുധിയുടെ കാര്യവും അതുപോലെ എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഞാൻ മാത്രമല്ല തെറ്റ് ചെയ്തത്, അവിടെ സംഭവിച്ചത് എന്താണെന്ന് നീയും കണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണോ? അപ്പോൾ രേവതി പറഞ്ഞു അല്ല, തെറ്റല്ല. അപ്പോൾ ഞാൻ അവനെ അടിച്ചത് ശരിയാണല്ലേ? ശരിയല്ല. നീ എന്താ ഈ പറയുന്നത്? അവൻ അച്ഛനെക്കുറിച്ച് അപമാനപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടല്ലേ ഞാൻ അവനെ തല്ലിയതെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ അപമാനിക്കുന്നത് വരെ നോക്കി നിൽക്കരുതായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും സഹതാപ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കൊടുക്കണമായിരുന്നു അവൻ്റെ ചെകിടത്ത് നോക്കിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രേവതിക്ക് അത്രത്തോളം കലിപ്പ് അങ്ങോട്ട് വന്നു എന്ന് ഓർക്കണം. അപ്പോൾ രേവതിയും അതിങ്ങനെ സച്ചിയോട് പറയുന്നു. അപ്പോൾ സച്ചി ഇത് കേട്ടപ്പോൾ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. എന്തായാലും നിനക്ക് നല്ലൊരു ഭക്ഷണം മേടിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അതിങ്ങനെയായി. ഒരു കാര്യം ചെയ്യും, നമുക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഴിക്കാനൊന്നും വേണ്ടാന്ന് പറയുവാണേ രേവതി. അതെന്താ അങ്ങനെ? ഇവിടെ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അതിനിപ്പോൾ നീ അതൊന്നും മനസ്സിൽ വെക്കേണ്ട, അതോർത്ത് നീ ഇനി എന്നോട് ദേഷ്യപ്പെടാനൊന്നും വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ എന്തായാലും അവർ വീട്ടിലോട്ട് ചെല്ലും. വീട്ടിൽ ചെന്ന് ഇതെല്ലാം അമ്മയോട് പറയും. അമ്മ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിൽ പിന്നെ അതും മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് രേവതി പറയുമ്പോൾ അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, അതെന്തിനാ നീ നോക്കുന്നത്? അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു. എന്നാലും അച്ഛനെക്കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവനിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ കൊടുക്കാനേ എനിക്ക് തോന്നിയതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുത്തത് പോരെ, ഇനി അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സഹതാപ കല്യാണത്തിന് രണ്ടെണ്ണം കൊടുത്തുകൂടായിരുന്നോ എന്ന് രേവതി ചോദിച്ചപ്പോൾ അതിനും കൂടെ ചേർത്ത് ഞാൻ കൊടുത്തതെന്ന് സച്ചി പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എങ്ങോട്ടും പോയിട്ടൊന്നും ഇല്ലല്ലോ, നിനക്ക് ഞാനായിട്ടൊന്നും വാങ്ങിച്ചൊന്നും തന്നിട്ടില്ല. ഇവിടുന്ന് പോകുമ്പോൾ അപ്പുറം അവിടെ ഒരു ചെറിയ തട്ടുകടയുണ്ട്, നമുക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കാം, നല്ല ഭക്ഷണം അവിടുത്തെ ചേട്ടൻ്റെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ അതിന് ശേഷം വരുന്ന എന്ത് പ്രശ്നവും ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞ് സച്ചി തന്നെ സ്വന്തം റിസ്കിൽ നമ്മുടെ രേവതിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ രേവതി അതൊന്നും സമ്മതിച്ചില്ലെങ്കിൽ പോലും സച്ചി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് അത് താല്പര്യമായി. രേവതിയും സച്ചിയുടെ കൂടെ പോകാനായിട്ട് തുടങ്ങും. അങ്ങനെ അവർ രണ്ടുപേരും എന്തായാലും ഇറങ്ങിയതല്ലേ, അവരുടെ കാര്യം നോക്കിയിട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു. രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ കൈ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കൈ. അതുപോലെ തൊട്ടരികിൽ ശ്രുതി ഇങ്ങനെ ഭയങ്കര കലിപ്പിലിരിപ്പുണ്ട്. പിന്നെ അവിടെ കിടന്ന് വാതോരാതെ കിടന്ന് ചിലച്ചുകൊണ്ട് ചന്ദ്രമതി ഇരിപ്പുണ്ട്. തൊട്ടപ്പുറം സച്ചിയുണ്ട്, അത് രേവതിയുണ്ട്, ശ്രീയുണ്ട്, അച്ഛനുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുക. സച്ചി ഇതൊന്നും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. അവിടെ ഇരുന്നൊരു പഴം എടുത്ത് കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം. ചന്ദ്രമതി അന്നേരത്തിന് അവിടെ കിടന്ന് ഉറഞ്ഞത്തുള്ളൂ. ഇത് എന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്? പാർട്ടിക്കാണെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക, അവിടെ ചെന്ന് അടിപിടി ഉണ്ടാക്കുക, അവൻ്റെ കൈ ഇരിക്കുന്നത് കണ്ടില്ലേ, നിനക്കൊക്കെ എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ
സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാം. അപ്പോൾ സച്ചി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വന്നപ്പോഴത്തേക്കും ഇവനെ പോലൊരു മന്ദബുദ്ധി കണ്ടില്ലേ, അവനിരുന്ന് പഴം ഇത്രയ്ക്ക് ചെയ്തു വെച്ചിട്ട് അവനിരുന്ന് പഴം കഴിക്കുന്നത്, ഇതുപോലത്തെ ഒരു കുരങ്ങ് ബുദ്ധിയുള്ളവനെയാണല്ലോ ഈ വീട്ടിൽ കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, അയ്യോ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന അമ്മയുടെ സ്വഭാവം തന്നെയല്ലേ കിട്ടത്തുള്ളൂ, അതിങ്ങനെ അമ്മ വിളിച്ചു പറഞ്ഞാൽ കൊള്ളാവോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയെ കളിയാക്കി സംസാരിക്കുകയാണ് സച്ചി. അപ്പോൾ ഇവരിങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ചന്ദ്രമതി നമ്മുടെ ശ്രുതിക്കും വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ സ്ത്രീ ഇവരുടെ സൈഡാണ് നിൽക്കുന്നത്, അതായത് സച്ചിയുടെയും രേവതിയുടെയും. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രേവതി ഒന്നും മിണ്ടതില്ല, ഈ പറയുന്നതെല്ലാം കേട്ടോണ്ട് തന്നെ ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ശ്രുതിയെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് അങ്ങ് പൊള്ളി. ശ്രുതി സ്റ്റോപ്പ് ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വലിയ ആളായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളാരാ, എന്തിനാ ഇവിടെ സ്റ്റോപ്പ് പറയാനൊക്കെ, നിങ്ങൾക്കാരാ അവകാശം തന്നെ, നിങ്ങളെന്താ വലിയ കൊമ്പത്ത മേടമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അത് ചോദിക്കുന്നത് ശ്രുതിക്കത് കൊണ്ടു. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ ശ്രുതി വേണ്ട മോളെ, ഞങ്ങൾ സംസാരിച്ചോളാം, മോള് ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ താങ്ങി പിടിക്കുക ശ്രുതിയെ. അപ്പോൾ ശ്രുതിയെ താങ്ങി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതല്ല ആൻറ്റി, അവിടെ നടന്നത് എന്താണെന്ന് ആൻറ്റിക്ക് അറിയാവോ, ഒന്നുമില്ലെങ്കിലും സച്ചിയുടെ ചേട്ടനല്ലേ അല്ലെങ്കിൽ സഹോദരനല്ലേ ഈ ശ്രുതി, ആ ശ്രുതിക്ക് ഒരു സഹോദരൻ്റെ മര്യാദ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മാത്രം മര്യാദ കൊടുക്കേണ്ട കാര്യമുള്ളൂ, ഇവനെന്താ മര്യാദ തരാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ശ്രുതി ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ച് നമ്മുടെ ശ്രുതി സച്ചിയുടെ നേരെ ആൾ കളിക്കാൻ ചെല്ലുന്നപ്പോഴത്തേക്കും രേവതി രംഗത്തേക്ക് വന്നില്ലേ. എന്തു മര്യാദയാണ് എൻ്റെ ഭർത്താവ് കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഭർത്താവിൻ്റെ വായിലെ നാവാണ് നിങ്ങളുടെ ഭർത്താവ് ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ കാരണം, അല്ലാതെ എൻ്റെ ഭർത്താവൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി അങ്ങ് കയറി ചെന്നു. അപ്പോഴത്തേക്കും ഇത്രയും ദിവസം ഞാൻ ഇവിടെ താമസിച്ചു, ആദ്യം ഞാനൊരു കുടിയനെയാണ് കണ്ടത്, ഇപ്പോൾ ദേ ഒരു ഗുണ്ടയെ കാണുന്നു, ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും എങ്ങനെ ധൈര്യമായിട്ട് ഈ വീട്ടിൽ ജീവിക്കും, ഞാൻ എങ്ങനെയാണ് ഇവിടെ താമസിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും നിർത്ത് എന്നും പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നു. ഇദ്ദേഹം നിങ്ങളുടെ ഭർത്താവിന് എന്ത് ചെയ്തെങ്കിലും അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വായിൽ നാവുകൊണ്ട് തന്നെയാണ്. അച്ഛനെ മോശക്കാരനാക്കി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചുമ്മാതിരിക്കുമോ? അച്ഛനെക്കുറിച്ച് മോശമായി പറഞ്ഞതുകൊണ്ടല്ലേ അദ്ദേഹം ഇയാളെ കൈവച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് രവിയേട്ടൻ ഇതൊക്കെ അറിയുന്നത് കേട്ടോ. പാവം, അച്ഛനെയും മോശമാക്കി സംസാരിച്ചു എന്ന് രേവതി പറയുന്നത് കേട്ടപ്പോൾ അതുവരെ ഒന്നും മിണ്ടാതിരുന്ന അച്ഛൻ്റെ മുഖത്തെ ഒരു ദയനീയത, അതൊരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു. അദ്ദേഹം അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇദ്ദേഹം കുടിക്കുന്നത് ഇദ്ദേഹം ജോലിയെടുത്ത് ഇദ്ദേഹം ഉണ്ടാക്കുന്ന പൈസയ്ക്കാണ്, അല്ലാതെ നിങ്ങളുടെ ആരുടെയും ഔദാര്യത്തിലല്ല എന്ന് നമ്മുടെ രേവതി പറയുമ്പം ശ്രുതിയുടെ നാവങ്ങ് ഇറങ്ങിപ്പോയി. ചന്ദ്രമതിയും ഇനി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ രേവതിയോട് ദേഷ്യപ്പെട്ടാൽ നിന്നപ്പം ഞാൻ മിണ്ടാതിരിക്കടി, നീ ആരോടാടി ഈ ശബ്ദത്തിൽ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു രേവതിയോട്. അപ്പം ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ അമ്മയുടെ മരുമകളോട് മിണ്ടാതിരിക്കാൻ രേവതി ചന്ദ്രമതിയോട് പറയുക. എൻ്റെ ഭർത്താവ് ഈ വീട്ടിലുള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പൈസയ്ക്ക് അദ്ദേഹം മദ്യപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം കൈകടത്തുന്നുള്ളൂ അല്ലെങ്കിൽ ഇടപെടുന്നുള്ളൂ. നിങ്ങളുടെ ആരുടെയും ഒരു ജീവിതത്തിലേക്കും അദ്ദേഹം എത്തി നോക്കാൻ പോലും വരാറില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അച്ഛനെക്കുറിച്ച് അപമാനം വരുന്ന രീതിയിൽ സംസാരിച്ചത് വളരെ വലിയ തെറ്റാണ്. ഈ നിൽക്കുന്ന അച്ഛൻ ഇദ്ദേഹത്തിൻ്റെയും കൂടെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ആ ഒരു ഇതെല്ലാം നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. ഇയാൾ ചെയ്തത് 100% തെറ്റായതുകൊണ്ട് മാത്രമാണ് അതായത് സച്ചി ഇടപെട്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇത് രേവതി ഇങ്ങനെ പറയുമ്പോൾ വേണ്ട, ആയിക്കോട്ടെ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ശ്രുതിക്ക് നിങ്ങൾ ആരും ബഹുമാനം കൊടുക്കണ്ട, പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠിപ്പിന് നിങ്ങൾക്കൊന്ന് ബഹുമാനിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ, ആ ഒരു മര്യാദ കാണിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ, അതെ പഠിപ്പിന് നിങ്ങൾ എന്താ ഈ അർത്ഥം കണ്ടിരിക്കുന്നതെന്ന് രേവതി ചോദിച്ചു. ഒരു മനുഷ്യർക്ക് മര്യാദയും ബഹുമാനവും ഉണ്ടാകുന്നത് പഠിച്ചതിൻ്റെ പേരിലല്ല, പഠിച്ചവർക്കും പൈസയുള്ളവർക്കും ആഡംബരമുള്ളവർക്കും മാത്രമല്ല മര്യാദയും ബഹുമാനവും കൊടുക്കേണ്ടത്. ഈ ലോകത്തിൽ എല്ലാവർക്കും അത് കൊടുക്കണം, അതാണ് മര്യാദ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പറയുമ്പം നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ നേരെ അങ്ങ് തുള്ളി ചെല്ലുക ചന്ദ്രമതി. അപ്പം നമ്മുടെ സച്ചിക്ക് കൊണ്ടു നിർത്ത് ഇവളെന്തൊക്കെയാടാ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, എന്താ ഇത്രയും നേരം നിങ്ങളുടെ ശ്രുതിമോള് പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? രേവതി പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാ ചാടി വീഴുന്നത്? എന്തിനാ നിങ്ങൾ രേവതിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? ഇവളെന്താ എത്രയും വലിയ കൊമ്പത്തെ മഹാറാണിയാണോന്നും ചോദിച്ചു ശ്രുതിയെക്കുറിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ, നിർത്തിക്കോ സച്ചി, ഇനി നീ ഈ രീതിയിൽ ഇവളെ എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ? എൻ്റെ സ്വഭാവം മാറും, നിന്നെ ഞാനുണ്ടല്ലോ ചിലപ്പോൾ കൈവച്ചെന്ന് വരും. ഓ, നീ എന്നെ കൈവയ്ക്കുമോ എന്ന് ചോദിച്ചു.
അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവനെ പറയുന്നത് നിർത്തണമെങ്കിൽ എനിക്കൊരു 50 ലക്ഷം രൂപ തരാനുണ്ട്, ആ പൈസ ഇങ്ങ് വെച്ചതാ. ഇവന് തരാൻ നിവർത്തിയില്ല. നിങ്ങൾ തരുമോ ആ പൈസ? നിങ്ങൾ തന്നാലും മതി. നിങ്ങൾ ആ പൈസ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കമാന്നൊരു അക്ഷരം മിണ്ടില്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ആ പൈസ നിങ്ങൾ എനിക്ക് വെച്ചതാ, തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ പൈസ നിങ്ങൾ താ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 50 ലക്ഷം രൂപ ശ്രുതിയോട് നമ്മുടെ സച്ചി ആവശ്യപ്പെടുന്നു. അപ്പോഴത്തേക്കും ശ്രുതിയും ഞെട്ടി, ചന്ദ്രമതിയും ഞെട്ടി. പിന്നെ ശ്രുതിക്കും വായിൽ നാക്കില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. എന്താ, തരാൻ പറ്റത്തില്ലല്ലേ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലേ, അപ്പോൾ പിന്നെ ഇത് ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ഭയങ്കരമായിട്ട് ഇതായിട്ട് നമ്മുടെ സച്ചി സംസാരിക്കാം. അപ്പോഴേക്കും ശ്രുതിക്കത് നൊന്തു. ശ്രുതി പറഞ്ഞു, നിർത്ത, നീ ശ്രുതിയോട് ഈ രീതിയിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പം ഞാൻ സംസാരിക്കൂടാന്ന് പറഞ്ഞു. അങ്ങനെ നീ ഇനി സംസാരിച്ചാൽ നിന്നെ ഞാൻ തല്ലും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ നീ എന്നെ തല്ലുവോ, നീ എന്നെ തല്ലാറായിടാ, എന്നാ തല്ലടാ, നീ തല്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ചെന്നങ്ങ് കയറി ആ വേദനിച്ച് അതും ഒടിഞ്ഞിരിക്കുന്ന കൈ ഉണ്ടല്ലോ ആ പിടിച്ച് ഒന്നുകൂടെ തിരിച്ചങ്ങ് ഒടിച്ചു. അയ്യോ എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ കരയാ, വേദന എടുത്ത് പൊളഞ്ഞ് കരയാ. അപ്പോഴത്തേക്കും ശ്രുതിക്കും വല്ലാതെയായി, ചന്ദ്രമതിക്കൊന്നും മിണ്ടാൻ പറ്റാണ്ടായി. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ എരിവ് കുത്തി വെച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്കും നിർത്തടാ. പിന്നെ ഉന്തും തള്ളും പിടിയും വലിയും ഒക്കെ ആയി. ഉന്തി സച്ചി ശ്രുതിയെ കൊണ്ടുപോയി വീഴിച്ചു. അപ്പോൾ അങ്ങനെ വീഴാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നിർത്തടാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് ചെന്നു. നീയൊക്കെ എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനിവിടെ നിൽക്കുന്ന നീയൊന്നും കാണുന്നില്ലേ, അതോ എന്നെ കണ്ടിട്ട് കണ്ണ് കാണാൻ പാടില്ലാത്തതും ചെവി കേൾക്കാൻ പാടില്ലാത്തതുമായ ആളായിട്ട് നിനക്കൊക്കെ തോന്നുന്നുണ്ടോ? അതാണോ എൻ്റെ മുന്നിൽ കിടന്ന് നീയൊക്കെ ഇതുപോലെ കാട്ടിക്കൂട്ടുന്നത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോഴേക്കും, നിങ്ങളെന്തിനാ അതിന് ശ്രുതിയെ പറയുന്നത്? ഇതിനെല്ലാം കാരണം ഈ നിൽക്കുന്നവനല്ലേ, ഈ സച്ചിയല്ലേ ഇതിനൊക്കെ കാരണക്കാരനായിരുന്നു പറഞ്ഞപ്പോൾ, നിർത്തടി, മിണ്ടിപ്പോകരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ നേരെ നമ്മുടെ രവിയേട്ടൻ ചെല്ലുക. സ്വന്തം മക്കൾ തമ്മിൽ തല്ലുന്നത് കാണുമ്പോൾ ആ വഴക്ക് വഷളാവാതെ അതിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് ഒരമ്മ ചെയ്യേണ്ടത്. ആ അമ്മ മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി എരിവ് വെച്ച് കൊടുക്കുന്നു. നീ ഒരു അമ്മയാണോടി? നിന്നെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ? സ്വന്തം മക്കൾ തമ്മിൽ തല്ലുന്നത് കണ്ട് അതിനോരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷാഭേദം ഉണ്ടാക്കി വർത്തമാനം പറയുന്ന നിന്നെയുണ്ടല്ലോ, നിന്നെയൊന്നും വെച്ച് പൊറപ്പിക്കാൻ കൊള്ളില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനങ്ങ് ചെന്നില്ലേ ചന്ദ്രമതിയുടെ നേർക്ക്. ചന്ദ്രമതി ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ വീട്ടിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛാ, സച്ചേട്ടൻ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും വഴക്കുണ്ടാക്കിയിട്ടില്ല. ആ വഴക്കുണ്ടാക്കാൻ കാരണം അച്ഛൻ്റെ മൂത്ത മോനാണ്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അച്ഛനെക്കുറിച്ച് എന്തൊക്കെ ഇയാൾ പറഞ്ഞതെന്ന് അച്ഛൻ അറിയാമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ അച്ഛന് മനസ്സിലായി, അവൻ അതേ ചെയ്യുള്ളൂ. നന്ദി കെട്ടവനെന്ന് പറഞ്ഞാൽ 100% നന്ദി കെട്ടവനാണ് അവൻ. അതുകൊണ്ട് അവൻ്റെ നാവിൽ നിന്ന് നല്ലതൊന്നും വീഴില്ല എന്ന് ആ അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം. എന്നിട്ട് 3 ആൺമക്കളെയും കൂടി അച്ഛനിങ്ങ് വിളിച്ചു, ഇങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴും ശ്രുതിക്ക് വലിയ വലിവ്, ഇങ്ങ് മാറി നിൽക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വിളിച്ച് മാറ്റി നിർത്തുക. നിങ്ങൾ 3 പേരും സഹോദരങ്ങളാണ്, ആ സഹോദര സ്നേഹം നിങ്ങൾ 2 പേരും 3 പേരും കാണിക്കണം എന്നൊക്കെ പറയാം. അപ്പോഴും ശ്രുതിയാണെങ്കിൽ നമ്മുടെ സച്ചിയെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുവാണേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. സച്ചി അന്നേരം അത് കേട്ട് പ്രതികരിക്കുന്നുമുണ്ട്. ആ സമയത്ത് ഇപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയാണ് ആ മര്യാദ കാണിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് സോറി അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം അച്ഛനാണെങ്കിലും നിങ്ങൾ 3 പേരും സഹോദരന്മാരാണ്. ഇനി നാളെ ശ്രീകുമാറും ഒരു വിവാഹമൊക്കെ കഴിച്ചൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരും. ആ സമയത്ത് ഈ കുടുംബത്തിൽ ഇതിലേക്കാളും വലിയ പ്രശ്നങ്ങളായിക്കഴിഞ്ഞാൽ എങ്ങനെയാടാ മുന്നോട്ട് ഈ കുടുംബം പോവുക എന്ന് അച്ഛൻ ചോദിക്കുക. അതുമാത്രമല്ല, നിങ്ങളെ എത്രത്തോളം സ്നേഹത്തോടെയും കരുതലോടെയും പരസ്പര ഐക്യത്തോടു കൂടിയാണ് വളർത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയത്? ഇതിൻ്റെ ബുദ്ധിമുട്ട് ഒരച്ഛനും അമ്മയും അനുഭവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു കുഞ്ഞുണ്ടായി നിങ്ങളുടെ മക്കളും ഈ രീതിയിലാകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയുക. അപ്പം അച്ഛൻ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സങ്കടമായി. സച്ചിയും അതുപോലെ ശ്രീയും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴും ഇതൊക്കെ പോട്ടെ പുല്ലെന്നുള്ള രീതിയിലാണ് അവിടെ നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഇതൊന്നും ഒരു ബാധകമായ പ്രശ്നമേ അല്ല. അങ്ങനെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഊതി വലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഓരോന്ന് പറയുമ്പോൾ ചന്ദ്രമതിയോട് മിണ്ടരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ആ ഒരു ഇതിലേക്ക് അങ്ങ് ചെല്ലുക. എന്തായാലും ചന്ദ്രമതിക്ക് അധികം താമസിയാതെ രവിയേട്ടൻ്റെ കയ്യിൽ നിന്നെന്ന് പറഞ്ഞാൽ കിട്ടും. എങ്കിൽ മാത്രമേ അവർ മര്യാദയാവുകയുള്ളൂ, മര്യാദ എന്തെന്ന് അവർ പഠിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നല്ല സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ കാണണം.
അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. ഇന്ന് വരെ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും അതുപോലെ നല്ല നല്ല വാക്കുകൾക്കും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.